ഇനി നമുക്ക് എങ്ങനെ ഒരു QR കോഡ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. QR കോഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ബാറിൽ ബാർകോഡ് എന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ബാർകോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വരുന്ന വിൻഡോയിൽ ബാർകോഡ് ഫാമിലി എന്ന പ്ലേസിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 2 ഡയമെൻഷണൽ സിംബൽസ് എന്നതാണ്. ബാർകോഡ് എന്നിടത്ത് സെലക്ട് ചെയ്യേണ്ടത് QR കോഡ് എന്നതാണ്. ഈ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൗസ് പോയിന്റർ ഒരു QR കോഡിന്റെ ഷേപ്പിൽ വന്നതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് എവിടെയാണോ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു QR കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് മൂവ് ചെയ്ത് ഇതിനെ നീക്കി വെക്കാം. അതുപോലെ തന്നെ ഇതിന്റെ സൈസും നമുക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വരക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു 3 സെക്ഷനിലും നമുക്കൊരു ലൈൻ എങ്ങനെ ഡ്രോ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ടൂൾ ബാറിൽ നിന്നും ലൈൻ എന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതേ സെയിം ലൈനിന്റെ കോപ്പി കിട്ടുന്നതിന് വേണ്ടി ഐറ്റം മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ സെലക്ട് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലൈൻ എടുത്ത് നമുക്ക് ജസ്റ്റ് അതേ സൈസിൽ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തൊട്ട് താഴെ ഒരു ലൈൻ ഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും ലൈൻ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് നമുക്ക് ഇവിടെ ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ലൈനിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതിന് വേണ്ടി ഐറ്റം മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ രണ്ടാമതൊരു ലൈൻ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് പോലെ www.aksharam.com ഇമെയിൽ aksharamnews@gmail.com എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്യണം. ഇതിനായി ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലാംഗ്വേജ് മലയാളം എന്നത് ഇംഗ്ലീഷാക്കി മാറ്റിയതിന് ശേഷം ഇവിടെ ഞങ്ങൾ aksharam.com അതുപോലെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സ്കൂൾ ന്യൂസ് പേപ്പർ എന്നത് റൈറ്റ് സൈഡിൽ സ്കൂൾ ന്യൂസ് പേപ്പർ. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന. അതിനുശേഷം ഈ കണ്ടന്റ് പ്രോപ്പർട്ടീസിലെ ലാംഗ്വേജ് മലയാളം കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു പാർട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാമെന്ന് നോക്കാം.